എല്ലാവർക്കും നമസ്കാരം. ഇത് ജിത സുരേഷ്, പൂനെയിൽ നിന്ന്. വൃശ്ചിക മാസം തുടങ്ങി, മണ്ഡലമാസമാണ്. എല്ലാവരും ശബരിമലക്കൊക്കെ പോകുന്ന സമയമാണ്. അമ്പലങ്ങളിലൊക്കെ മാലയിടലും കെട്ടുനിറയും അങ്ങനെ പുണ്യമാസമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ എല്ലാ ദിവസവും വൃശ്ചിക മാസം തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്. രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സുഖമുള്ള കാര്യം തന്നെയാണ്. ഒരു മിനിറ്റ്. പൂച്ച അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചു, വാതിലടക്കാൻ പോയതാണ്. പിന്നെ ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി വന്നതേ ഉള്ളൂ. രാവിലെ തന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വരുമ്പം ഒരു പ്രത്യേക സുഖം, ഒരു പോസിറ്റീവ് എനർജിയാണ് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വരുമ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ ഭർത്താവ്, മോള്, ഞാൻ എല്ലാവരും ഈ വൃശ്ചിക മാസം തുടങ്ങിയതിന് ശേഷം അമ്പലത്തിൽ രാവിലെ പോയി വരുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ശബരിമലക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷം പോകുന്നില്ല. കഴിഞ്ഞ വർഷമാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ശബരിമലക്ക് പോകുന്നത്. അപ്പം ഒരു പ്രാവശ്യം ശബരിമലക്ക് പോകണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് അതിന് കുറേ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടല്ലോ. എല്ലാ വർഷവും പോകാൻ പറ്റില്ല. നമുക്ക് അതിനുള്ള സമയവും സന്ദർഭവും അതിനുള്ള എലിജിബിലിറ്റി ഒക്കെ ആവണമെന്നുണ്ടല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ വർഷമാണ് എനിക്കതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. അപ്പോൾ വൃശ്ചിക മാസം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ, വൃശ്ചിക മാസം മുതൽ കണക്കാക്കുകയാണെങ്കിൽ എനിക്ക് 41 ദിവസത്തെ വ്രതം കിട്ടാത്തത് കൊണ്ട് ഞാൻ 41 ദിവസം മുമ്പേ തന്നെ മാലയിട്ട് 41 ദിവസം വ്രതം എടുത്ത് ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഇവിടുന്ന് ചെരുപ്പിടാതെ അമ്പലം വരെ നടന്നൊക്കെ പ്രാക്ടീസ് ചെയ്തു. കാരണം നമ്മളങ്ങനെ ചെരുപ്പിടാതെ നടക്കാറില്ല. വീട്ടിൽ പോലും പുറത്ത് പോകുമ്പോൾ ചെരുപ്പിടും, വീട്ടിൻ്റെ ഉള്ളിലും ചെരുപ്പിടുന്ന ഒരു പതിവായതുകൊണ്ട് ചെരുപ്പിടാതെ നടക്കാറേ ഇല്ല. അപ്പോൾ നമ്മൾ ശബരിമലക്ക് പോകുമ്പം ഇവിടുന്ന് കെട്ടുനിറച്ചത് മുതൽ, പൂനെയിൽ നിന്ന് കെട്ടുനിറച്ചത് മുതൽ നമ്മൾ ശബരിമല കയറി 10 ദിവസത്തെ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ നമ്മൾ ചെരുപ്പിടാതെ നടക്കണമെങ്കിൽ നമ്മളെ കാലിനൊരു പ്രാക്ടീസ് വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പിടാതെ ഇവിടുന്ന് അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റോഡിൽ കൂടിയൊക്കെ ചെരുപ്പിടാണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ, പക്ഷേ അതൊരു വളരെ നമുക്ക് മനസ്സിന് നല്ല സുഖം കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. നമ്മൾ മാലയിട്ട് കഴിഞ്ഞത് മുതൽ കറുത്ത വസ്ത്രം ധരിച്ച് മാലയിട്ട് കഴിഞ്ഞ് അമ്പലത്തിലും ഒക്കെ പോകുമ്പം മറ്റാളുകൾ നമ്മളെ നോക്കുന്ന ആ ഒരു വ്യൂയും നമുക്ക് സ്വന്തം മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്താഗതിയും വളരെ സുഖകരമായൊരു അനുഭൂതിയാണ്. നമുക്ക് സാധാരണ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് വരുന്നതും ഈ മാലയിട്ടതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു മാനസിക വ്യത്യാസം, അത് ഭയങ്കര വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനെപ്പോഴും അമ്പലത്തിൽ പോകാറുണ്ട്, പക്ഷേ ആ മാലയിട്ടതിന് ശേഷം പോകുമ്പോഴുള്ള ഒരു നമ്മളുടെ തന്നെ ഒരു ചിന്താഗതിയും ഒരു മാനസിക സുഖവും അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം 41 ദിവസം വ്രതം എടുത്ത് ഈ അമ്പലത്തിൽ നിന്ന്, ഞങ്ങളുടെ ഇവിടെയുള്ള പൂനെയിലെ അമ്പലത്തിൽ നിന്ന്, അയ്യപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് കെട്ടുനിറച്ച് ശബരിമലക്ക് പോയിട്ട് വന്നു. അപ്പം ഇവിടുന്ന് ഏകദേശം 40 ആൾക്കാരോളുള്ള ഒരു സംഘമായിട്ട്, അതിൽ മലയാളികളും അല്ല തമിഴന്മാരും പിന്നെ തെലുങ്കന്മാരും മഹാരാഷ്ട്രൻസും എല്ലാവരും കൂടി അടങ്ങുന്ന ഒരു 40 ആൾ അടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ പല പല ഗ്രൂപ്പ്സായിട്ട് ഇവിടുന്ന് പോകാറുണ്ട്. ഞങ്ങൾ പോയ ഗ്രൂപ്പിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കെട്ടുനിറച്ച് ഇവിടുന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയിട്ട് മധുരയിലേക്കായിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മധുരയിലേക്കാണ് ആദ്യം പോയത്. ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് പോകുന്നുണ്ട്, അത് ബസ്സിലോട്ട്. ഇവിടുന്ന് നേരെ മധുരക്കാണ് പോയത്. മധുരയിൽ പോയതിന് ശേഷം പിന്നെ അവിടുന്ന് രാമേശ്വരം, പിന്നെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ഓച്ചിറ, അങ്ങനെ കുറേ അമ്പലങ്ങൾ സന്ദർശിച്ചിട്ട് ലാസ്റ്റാണ് ഞങ്ങൾ ശബരിമല പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ശബരിമലക്ക് പോകുന്നതും പിന്നെ കെട്ട് ചുമന്ന് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, കാലിന് ചെരുപ്പിടാണ്ട് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ദർശനം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. ഞങ്ങൾ രാത്രി ഇവിടെ എത്തിയ സമയത്ത് നട അടക്കുന്ന സമയമായിരുന്നു കറക്റ്റായിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹരിവരാസനം കറക്റ്റായിട്ട് ആ ശബരിമലയുടെ മുകളിൽ നിന്ന് തന്നെ കേൾക്കാൻ പറ്റി. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. നമ്മൾ ഹരിവരാസനം ഇതിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ശബരിമലയുടെ അവിടെ നിന്ന് തന്നെ കേൾക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അത് കേട്ടു. പിന്നെ അവിടെ കുറച്ച് മണിക്കൂറുകൾ കാത്തു നിന്നപ്പം രാവിലെ 3:30 ആകുമ്പോൾ നട തുറന്നു. നല്ല ദർശനം കിട്ടി. അങ്ങനെ ഞങ്ങൾ പടിയിറങ്ങി താഴെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ മാല അഴിക്കുന്നതും ഒക്കെ. അങ്ങനെ ഒരു ദർശനം കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ശബരിമല ദർശനം. അപ്പോൾ ഈ വർഷം പോകുന്നുണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചു. പക്ഷേ ഈ വർഷം ഞാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഒരു പ്രാവശ്യം ഒന്ന് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനിയൊരു പ്രാവശ്യം കൂടി പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫ് സീസണിൽ പോകുമ്പം ഭയങ്കര തിരക്ക്, കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. തിരക്കിൽപ്പെട്ട് അങ്ങനെ ഒഴുകുക എന്നല്ലാതെ നമുക്ക് അമ്പലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഓരോരോ സ്ഥലങ്ങളോ പ്രത്യേകമായിട്ട് കാണാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര തിരക്കുള്ള സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ദർശനം നന്നായിട്ട് കിട്ടി എന്നല്ലാതെ അതിൻ്റെ
എന്താ ശബരിമലയുടെ എല്ലാ ഭാഗങ്ങളും എനിക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. എവിടെയാണ് ഭസ്മക്കുളം, അല്ലെങ്കിൽ എവിടെയാണ് പിന്നെ ആഴി, എവിടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അത് ഒന്നും കൂടി കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ശബരിമലക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് ഈ സീസൺ അല്ലാത്ത സമയത്ത്, എന്ന് വെച്ചാൽ ആളുകളില്ലാത്ത സമയത്ത് പോയിട്ട് ഞങ്ങൾ കുറച്ച് പേര് മാത്രം ആയിട്ട് പോവുക. എന്നിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കണ്ടിട്ട് അന്ന് തന്നെ തിരിച്ചിറങ്ങാൻ പറ്റുന്ന വിധത്തിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അത് ഈശ്വരൻ എപ്പോഴെങ്കിലും സാധിപ്പിച്ച് തരുമായിരിക്കും. ആ സമയത്ത് പോകാം. കുറച്ചും കൂടി പ്രായം കൂടുമ്പോൾ നമുക്ക് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിനു മുമ്പേ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രമാണ്. പറ്റിയാൽ ഓക്കെ. എന്തായാലും ഒരു പ്രാവശ്യം പോകാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടാണ് വരുന്നത്. നാളെ അമ്പലത്തിൽ അന്നദാനം, പിന്നെ ഭജന, അങ്ങനെ പലതുണ്ട്. ഞങ്ങളുടെ ഇവിടെ കല്യാൺ എന്ന് പറഞ്ഞ, ബോംബെയിലെ കല്യാൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഭജന സംഘം. അത് വർഷങ്ങളായിട്ട് 10-15 വർഷമായിട്ട് ഞങ്ങളുടെ ഈ അമ്പലത്തിൽ അവർ ഭജന നടത്താറുണ്ട്. അപ്പോൾ അത് വളരെ മനോഹരമായൊരു ഭജനയാണ്. അവർക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഭജനയാണ്. അത് കേൾക്കാൻ വേണ്ടി ഈ അമ്പലത്തിൽ അത് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ദിവസം സാധാരണ അമ്പലത്തിൽ വരാത്ത ആൾക്കാർ പോലും അന്ന് അമ്പലത്തിൽ വരികയും സ്ഥലം സീറ്റ് പിടിച്ച് വേഗം മുമ്പിൽ ഇരിക്കുകയും ചെയ്ത് അവരുടെ ഒരു 2-3 മണിക്കൂർ നേരത്തെ ഒരു പ്രോഗ്രാമാണ്. രാവിലെ ഒരു 10-10:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി 1:30 വരെ നല്ല എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഭജന. നമ്മളതിലങ്ങ് മുഴുകിപ്പോവും. അത്ര രസകരമായിട്ടുള്ളൊരു ഭജന ഗ്രൂപ്പാണ്. അപ്പോൾ അവരും വന്ന് നമ്മുടെ അമ്പലത്തെക്കുറിച്ച് അവർക്കും അറിയാം. നമുക്കും അവരെ എപ്പോഴും കണ്ട് അതിലത്തെ ആൾക്കാരൊക്കെ നമുക്കും പരിചയമുണ്ട്. എല്ലാ വർഷവും ഈ സീസണിൽ, ഈ വൃശ്ചിക മാസത്തിൽ അവർ വരും, ഭജന നടത്തും, പോകും. അന്ന് അവരുടെ വക തന്നെ ഇവിടെ ഊണും അന്നദാനവും എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇതായിരിക്കും, നമുക്ക് മനസ്സിന് നല്ല സുഖവും നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് വരുന്നുണ്ട് അടുത്ത എൻ്റെ അപ്പുറത്തെ ആഴ്ച. നാളെ അമ്പലത്തിൽ അഖണ്ഡനാമവും അന്നദാനമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് വീണ്ടും അന്നദാനം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ശരിയാണ്, രാവിലെ നമുക്ക് കിടന്നുറങ്ങാൻ തന്നെ വളരെ സുഖമുള്ളൊരു പരിപാടിയാണ്. ഇപ്പം പ്രത്യേകിച്ചും ഈ മാസം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. ഇവിടെ പൂനെയിൽ ഭയങ്കര തണുപ്പാണ്. 9 ഡിഗ്രിയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല തണുപ്പുള്ള സമയമാകുമ്പോൾ രാവിലെ കമ്പിളിയും മൂടി കുറച്ച് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ സുഖമുള്ളൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മൾ വൃശ്ചിക മാസം തുടങ്ങിയതിന് ശേഷം ആ സുഖം വേണ്ടാന്ന് വെച്ച് നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഞങ്ങൾ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ അമ്പലത്തിലേക്ക് നടന്നു പോകാനുള്ള ദൂരം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നടന്നൊന്ന് അമ്പലത്തിൽ പോയി തൊഴുത്, അപ്പം അവിടെ നിറയെ സ്വാമിമാരായിരിക്കും, എല്ലാവരും ശരണം വിളിയും ആ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ നമ്മൾ പോയി തൊഴുതൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിനും വളരെ പോസിറ്റീവ് എനർജിയും നല്ലൊരു സുഖമായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ രാവിലെ നമ്മൾ ഉറക്കത്തെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഉറങ്ങാം, കുറച്ച് നേരം കിടക്കാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സുഖം നമുക്ക് നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഈ ഒരു വൃശ്ചിക മാസത്തിലെങ്കിലും നമ്മൾ ഈ അമ്പലത്തിൽ പോവുകയും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സുഖമാണ്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ ആർക്കും അങ്ങനെ ഇല്ല, എല്ലാവർക്കും മടിയാവും. കാരണം എല്ലാ ദിവസവും എണീറ്റ് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ നമുക്കൊക്കെ പൊതുവെ മടിയാണ്. എല്ലാ ദിവസവും എണീറ്റ് രാവിലെ കുളിച്ച് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് നേരം കൂടി കിടക്കാം, അയ്യോ ലേശം കൂടി അങ്ങനെയൊക്കെ തോന്നും. ഒരു അലാം വെച്ച് കുറച്ച് നേരം കൂടി മാറ്റി വെച്ചു, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ വൃശ്ചിക മാസത്തിൽ അങ്ങനെ നമ്മൾ മടി പിടിക്കാതെ എണീറ്റ് അമ്പലത്തിൽ പോയി വരുന്നുണ്ട്. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോയി വന്നതുകൊണ്ട് തോന്നി അപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യാം ഈ ഒരു കാര്യത്തെക്കുറിച്ചെന്ന് വെച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. എല്ലാ ആളുകൾക്കും സുഖവും സന്തോഷവും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.